നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വിവരങ്ങളുമായി നാട്ടിലോട്ട് ആരംഭിക്കുകയാണ്. നമ്മൾ ആദ്യം തിരുവനന്തപുരത്ത് തന്നെ തുടങ്ങാം. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മുട്ടട വാർഡിൽ നിന്നൊരു വാർത്ത ഇന്ന് വന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടി എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ച വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കി. വൈഷ്ണയ്ക്കെതിരെ CPM നൽകിയ പരാതി ശരിവെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടി. ഇതോടെ വൈഷ്ണയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. നടപടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപ്പീൽ നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ഇലക്ഷൻ കമ്മീഷന്റെ ഈ പറഞ്ഞ പോലെ പേര് വെട്ടി എന്നുള്ളതിന്റെ പ്രൂഫൊന്നും തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ ആരും തന്നെ കണ്ടിട്ടില്ല. നമുക്ക് അതിന് കിട്ടിയിട്ടുമില്ല. കാരണം ഫോണിലെ സൈറ്റ് നോക്കുമ്പോൾ കറന്റ് അണ്ടർ പ്രോഗ്രസ് എന്നാണ് കാണിക്കുന്നത്. സൈറ്റ് ലോഡിംഗ് ആവുന്നില്ല. അപ്പോൾ മാധ്യമങ്ങളിൽ കൂടി തന്നെയാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. അപ്പോൾ വോട്ട് വെട്ടിയെന്ന് അറിയപ്പെടുന്ന സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ പാർട്ടി നോക്കും. അതിന്റെ ലീഗൽ ആക്ഷൻസ് എന്താണെന്നുള്ളത് പാർട്ടി നോക്കി ഫോർവേഡ് ചെയ്യും. മത്സരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അല്ല, മത്സരിക്കാൻ കഴിയുന്നുള്ളത് ഞാൻ പറഞ്ഞാൽ നമുക്ക് നോക്കാം. മത്സരിക്കാൻ കഴിയുമോ ഇല്ലെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണല്ലോ. നമുക്കത് നോക്കാതെ ഈ പറഞ്ഞ പോലെ പാർട്ടി അതെന്താ വെച്ചാൽ നോക്കി ചെയ്തോളൂ. വൈഷ്ണവ് സുരേഷ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ വിലാസം അത് ശരിയല്ല എന്നും പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നും കാണിച്ചാണ് CPM പരാതി നൽകിയിരുന്നത്. മുട്ടടയിൽ കുടുംബ വീടുള്ള വൈഷ്ണ അമ്പലംകിളി വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കോർപ്പറേഷനിലെ ഏതെങ്കിലും ഒരു വാർഡിലെ വോട്ടർ ആണെങ്കിൽ മാത്രമാണ് കൗൺസിലറായി മത്സരിക്കാൻ കഴിയുക. അതിനിടെ തിരുവനന്തപുരം ആര്യനാട് കോൺഗ്രസ് BJP പ്രവർത്തകർ CPMലേക്ക് എത്തി. കോൺഗ്രസ് നേതാക്കളായ വണ്ടക്കൽ അജി, സുധീഷ്, BJP പ്രവർത്തകൻ ഷിബു എന്നിവരാണ് CPMൽ ചേർന്നത്. MLA G. സ്റ്റീഫൻ പ്രവർത്തകരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ചടങ്ങിൽ CPM നേതാക്കളായ ജയചന്ദ്രൻ, MA കാസിം, ഷിനു രാജപ്പൻ, ഷാജി മോതിരപ്പള്ളി, ധനേഷ്, മുരുകൻ, രതീഷ്, നിശാന്ത് എന്നിവർ പങ്കെടുത്തു. ഇനി കൊച്ചിയിലേക്ക് എത്തിയാൽ അവിടെ കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷനും ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരെ ഗുരുതര ആരോപണവുമായി ഒരു മുൻ കൗൺസിലർ ബാസ്റ്റിൻ ബാബു രംഗത്തെത്തിയിരിക്കുകയാണ്. ഡൊമിനിക് കോൺഗ്രസിനെ ബാധിച്ച ക്യാൻസർ ആണെന്നാണ് ബാസ്റ്റിൻ തുറന്നടിക്കുന്നത്. സ്ത്രീകളടക്കമുള്ള അടുപ്പക്കാർക്കാണ് ഡൊമിനിക് സീറ്റ് നൽകിയത്. പശ്ചിമ കൊച്ചിയിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും DCC പ്രസിഡന്റ് അടക്കമുള്ളവർ അനീതിക്ക് നൽകുകയാണെന്നും ഇതിൽ പ്രതിഷേധിച്ച് താൻ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചുവെന്നും ബാസ്റ്റിൻ ബാബു ന്യൂസ് 18 പറഞ്ഞു. കൊച്ചി കോർപ്പറേഷനിൽ ഇപ്പോൾ UDF പട്ടിക ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികകളിലേക്കെല്ലാം കടക്കുമ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത്തവണ പൊട്ടിത്തെറികളില്ലാതെ ഞങ്ങൾ പട്ടിക അവതരണം എല്ലാം തന്നെ നടത്തും. അതിൽ കൗൺസിലർമാർ എല്ലാവരിലും തന്നെ ഒരു പ്രാതിനിധ്യം നൽകിയിരിക്കുന്നതെന്നാണ്. പക്ഷേ അത്തരം വാക്കുകളെല്ലാം തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിലെ ഈ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച വലിയ രീതിയിലുള്ളൊരു പരാതികൾ കോൺഗ്രസിന് അകത്ത് തന്നെ ഉണ്ടാവുന്നു. അതിൻ്റെ ഒരു പ്രതീകമെന്നോണം തന്നെ മുൻ കൗൺസിലർ ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ രാജിവെച്ചിരിക്കുന്നു എന്നതാണ്. കോൺഗ്രസിൻ്റെ 10ാം ഡിവിഷനിലെ കൗൺസിലറായ ബാസ്റ്റിൻ ബാബു, അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് തന്നെ ഇപ്പോൾ രാജിവെക്കുന്നു. എന്താണ് ഈ രാജിക്കുള്ളൊരു കാരണം? ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ ഒരു മികച്ചൊരു ട്രെൻഡ് ഈ ഒരു കൊച്ചിയിലുണ്ടായിരുന്നു. കാരണം കോൺഗ്രസിൽ മികച്ച ഭൂരിപക്ഷത്തിലൂടെ അധികാരത്തിൽ വരുന്നുള്ളൊരു പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്നൊരു ഫീൽഡിലാണ് കോൺഗ്രസ് നിന്നിരുന്നത്. പക്ഷെ ഇന്നലെ വൈകിട്ടത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ഫൈനൽ ലിസ്റ്റ് കൂടെ വന്നപ്പോഴത്തേക്കും അത് നേരെ ഭൂമിക്കടിയിൽ പാതാളത്തിലേക്ക് പോയൊരവസ്ഥ ആണുള്ളത്. കാരണം ഇന്നത്തെ ലിസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. മൊത്തം ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും. കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഉള്ളൊരു ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. കാരണം എല്ലാം ഒരു വെറ്ററൻസ് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഒരു യുവാക്കൾക്ക് പോലും പ്രാതിനിധ്യമില്ലാത്ത ഒരു ലിസ്റ്റ്. KSU, യൂത്ത് കോൺഗ്രസ്, അങ്ങനെ ഒരുപാട് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് യുവാക്കൾ ഈ നാട്ടിലുണ്ട്. പശ്ചിമോച്ചി മേഖലയിലാണല്ലോ കൂടുതലായിട്ട് ഈ ഇടപെടലുണ്ടായിരിക്കുന്നത്. ആരാണ് ഇതിന്റെ പിന്നിൽ? ഇതിന്റെ പിന്നിൽ ഡൊമിനിക് പ്രസന്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാൻസറാണ്. അതായത് നമ്മുടെ കൊച്ചിയിലെ മുൻ മന്ത്രി സംഭവമൊക്കെ തന്നെയാണ്. കാര്യം ഇവിടെ 8 നില പൊട്ടിപ്പോയതാണ്. കയ്യിലിരിപ്പോണ്ട് തന്നെ 8 നില പൊട്ടിപ്പോയതാണ്. അത് പിന്നെ പുള്ളി അതിന്റെ മേളിൽ കയറി ഇരുന്നിട്ട് ഈ കാണിക്കുന്നത്. കാരണം കൊച്ചിയിലെ കോൺഗ്രസിന്റെ ഒരു ക്യാൻസർ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വ്യക്തി വൈരാഗ്യം തീർത്തൊരു രീതിയാണ് ഇന്നലെ കണ്ടത്. അപ്പൊ ഇനിയും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണേ. കൊച്ചിയിലേക്ക് വീണ്ടും MLAക്ക് വരാൻ വേണ്ടി റെഡിയായിട്ട് ഡ്രസ്സൊക്കെ തയ്പ്പിച്ചിരിക്കണ ആള്. മുന്നൊരുക്കത്തിന്റെ രീതിയിലാണ് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട വനിതാ സഹപ്രവർത്തകർക്കൊക്കെ എല്ലാവർക്കും സീറ്റ്. യുവാക്കൾക്കൊന്നും സീറ്റില്ല.
അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട എല്ലാ വനിതാ പ്രവർത്തകർക്കും സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ്. അവർക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ അദ്ദേഹം തയ്യാറാണ്. വനിതാ പ്രവർത്തകർക്ക് സീറ്റ് കൊടുക്കാൻ അദ്ദേഹം ഏതറ്റം വരെയും പോകും. ഇവിടെ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് റോഡിൽ കിടന്ന് അടി കിട്ടണവന്മാരും കോടതിയിൽ പോയിട്ട് തൂങ്ങി കേസും കാര്യം പറഞ്ഞ് കോടതിയിൽ പോയി കിടന്ന് തൂങ്ങിക്കണവർക്കൊന്നും ഒരു വിലയില്ല. ജനങ്ങൾ ചിന്തിക്കണേ, ജനങ്ങൾ ഇത് കാണണല്ലേ, ജനങ്ങളെ പൊട്ടന്മാരൊക്കെ ഏത് കാലത്തും പൊട്ടന്മാർ. കാരണം ഇതൊന്നുമല്ല, ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടാണ് ഇവരെയൊക്കെ കുത്തിക്കയറ്റി അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി ചെന്ന് നിന്നിട്ട് വീട്ടിലിരുന്ന് കച്ചവടം ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനമാക്കി മാറ്റാനുള്ളൊരു ശ്രമമാണ്. അല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല. ഞാൻ 5 വർഷം അവിടെ നിന്ന് ഇതെല്ലാം കാണുന്നതാണ്. ഒരുപാട് പ്രതിഷേധങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പ്രതിപക്ഷത്തെ രീതിയിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ നടന്ന് ഇതിന്റെ എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് ഇന്നവരെ നടന്നിട്ടുണ്ടോ? പാർട്ടിയിലേക്ക് ഇനിയില്ല. ഇനി പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇങ്ങനത്തെ നേതാക്കൾ ഉള്ള സമയത്ത് നമ്മൾ വന്നിട്ട് കാര്യമില്ല. പൊതുരംഗത്ത് തുടരും. പൊതുരംഗത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടിയുടെ ആവശ്യമൊന്നും എനിക്കില്ല. കാരണം ഞാനിപ്പോൾ ഈ ഒരു കൗൺസിലർ ഈ ഒരു ഡിവിഷനിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഇതൊരു ഇടതുപക്ഷ കോട്ടയാണ്. ഇവിടെ ഒരു പരാതിയുമില്ലാതെ എല്ലാവരും ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ബാസ്റ്റൻ കഴിഞ്ഞ 5 വർഷമായി കൗൺസിലറായി നമ്മൾ ഈ നിൽക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വലിയ രീതിയിലൊരു മാലിന്യ നിക്ഷേപ സ്ഥലമൊക്കെ ആയിരുന്നു. അതെല്ലാം മാറ്റിയെടുത്തൊരു ബാസ്റ്റിൻ്റെ കൂടി ഒരു കഠിന പ്രയത്നം ഇവിടെയുണ്ട്. ഇവിടെ ഒരു ഷട്ടിൽ കോർട്ട് വന്നു, അപ്പുറത്തൊരു ഫുട്ബോൾ ടർഫ് വന്നു. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു പ്രയത്നങ്ങളും ഇടപെടലും എല്ലാം തന്നെ ഉണ്ടായി. പക്ഷേ അതിനൊരു പരിഗണന നേതൃത്വത്തിന് ലഭിച്ചില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരാതിയായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി വിടാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് പറയുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജാനി പോൾ, ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ കോർപ്പറേഷനിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലി UDF-ൽ കലഹമാണ്. സീറ്റ് വിഭജനത്തിൽ മുസ്ലിം ലീഗുമായി ധാരണയിൽ എത്താത്തതാണ് കാരണം. ഇന്നത്തെ UDF യോഗത്തിൽ ലീഗ് പങ്കെടുത്തില്ല. സീറ്റ് ചർച്ചയുമായി സഹകരിക്കേണ്ട എന്നുള്ളതാണ് നിലപാട്. കെ സുധാകരൻ ഇടപെട്ടിട്ടും പ്രശ്നം പരിഹാരമായില്ല എന്നുള്ളതാണ്. വാരം വെത്തിലപ്പള്ളി ഡിവിഷനിൽ ലഭിക്കാതെ സഹകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ലീഗിന്റെ തീരുമാനം. കോഴിക്കോട് DCC സെക്രട്ടറി NV ബാബുരാജ് BJP-യിലേക്ക്. സ്ഥാനാർത്ഥി നിർണയത്തിൽ KPCC മാർഗരേഖ അട്ടിമറിച്ചുവെന്ന് ആരോപിച്ച ബാബുരാജ് DCC സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. BJP മതേതര പാർട്ടിയാണെന്നും മോദി ലോക നേതാവാണെന്നും ബാബുരാജ് പുകഴ്ത്തി. മോദിയെ സ്തുതിച്ച ബാബുരാജിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ പ്രതികരിച്ചു. എരഞ്ഞിപ്പാലമടക്കം കോഴിക്കോട് കോർപ്പറേഷന്റെ പല ഡിവിഷനുകളിലും KPCC മാർഗരേഖ ലംഘിച്ചു എന്നാരോപിച്ചാണ് NV ബാബുരാജ് പാർട്ടി വിട്ടിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ CPM-ഉം കോൺഗ്രസുമായി അവിശുദ്ധ ബന്ധമുണ്ട് എന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പാർട്ടിയുടെ എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സിസ്റ്റത്തിലുള്ള ചില ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് ഈ എരഞ്ഞിപ്പാലം വാർഡ് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ വാർഡുമായി ബന്ധമില്ലാത്ത, പാർട്ടിയിൽ ഇപ്പോൾ ഒരു പദവിയുമില്ലാത്ത ഒരു കക്ഷിക്ക് നൽകിയതിൻ്റെ പ്രതിഷേധമാണ് ഞാൻ ഈ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെച്ചതായി അറിയിക്കുന്നു. രാജിപ്രഖ്യാപനത്തിനൊപ്പം നരേന്ദ്രമോദിയെയും BJP-യും പൂഴ്ത്തുന്നതിനും അദ്ദേഹം മടിച്ചില്ല. മതേതര പാർട്ടിയാണ് BJP. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ നേതാവാണ് നരേന്ദ്രമോദിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ പോലുള്ള ഒരു ലോക ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി ഭരണത്തിരിക്കുന്ന പാർട്ടി BJP-യാണ്. BJP-നോട് ആർക്കും അകൽച്ചയൊന്നുമില്ല. ഇപ്പോൾ ലോകത്തിന്റെ നേതാവാണ് മോദി, ഇന്ത്യന്റെ അല്ല. ചോദ്യമുള്ള കാര്യങ്ങളൊന്നും അടിസ്ഥാനമില്ലെന്ന് ബീഹാർ തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും കഴിഞ്ഞല്ലേ, 2 അക്കം തയ്ക്കാൻ പറ്റിയിട്ടില്ല. വലിയ ഭാവി അക്കാര്യത്തിലില്ല. ഭാവി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ണിൽ അലിഞ്ഞു ചേർന്ന പ്രസ്ഥാനം തന്നെയാണ് കോൺഗ്രസ്. പക്ഷെ നശിപ്പിക്കുന്ന ഇവിടുത്തെ നേതാക്കന്മാരാ. എന്നാൽ ബാബുരാജിന്റെ പക്കൽ നിന്നും രാജിക്കത്ത് കിട്ടിയിട്ടില്ല എന്നാണ് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പ്രതികരിച്ചത്. മോദി സ്തുതിയും BJP-യെ പുകഴ്ത്തുകയും ചെയ്ത ബാബുരാജിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാർഗരേഖ ലംഘിച്ചുവെന്ന് പരാതിയുള്ളവർ BJP-യെ പുകഴ്ത്തുകയല്ല വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മാർഗരേഖയൊക്കെ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം BJP സ്തുതിക്കലാണെന്ന് പറഞ്ഞാൽ അത് യോജിക്കാനാവോ? എനിക്ക് രാജിക്കത്തൊന്നും കിട്ടിയിട്ടില്ല. 100% നടപടിയെടുക്കും. 100% പ്രാഥമിക അംഗത്തിന് പുറത്താക്കും, ഉറപ്പ്. ഒരിക്കലും പാടില്ലാത്ത BJP ഉണ്ടായിരിക്കുന്നത്. അതിപ്പോ ഞാൻ KPCC നേതൃത്വമായി സംസാരിച്ച് പ്രാഥമിക അംഗത്തിന് പുറത്താക്കാനുള്ള ശുപാർശ കൊടുക്കാൻ പോകുന്നു.
കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറികളാണ് കോൺഗ്രസിൽ നടക്കുന്നത്. നേരത്തെ അയൂബ് അടക്കമുള്ള പ്രാദേശിക നേതാക്കൾ കോൺഗ്രസ് വിട്ടിരുന്നു. സിറ്റിംഗ് കൌൺസിലറായ അൽഫോൺസ കൌൺസിലർ സ്ഥാനം രാജിവെച്ച് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. ഇതിന് പിന്നാലെയാണ് DCC സെക്രട്ടറി രാജിവെച്ചിരിക്കുന്നത്. അടുത്ത വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടുകൂടി കൂടുതൽ ആളുകൾ കലാപക്കൊടി ഉയർത്തുമെന്ന സൂചനകൾ തന്നെയാണ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നത്. MS അനീഷ് കുമാർ വരെ നൽകിയത്. ഇനി മലപ്പുറം പൊന്മുണ്ടത്ത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസിന്റെ പദയാത്ര. നവ പൊന്മുണ്ടം നിർമ്മിതി യാത്ര എന്ന പേരിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയാണ് പദയാത്ര സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിൽ 2 പാർട്ടികളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പഞ്ചായത്താണ് പൊന്മുണ്ടം. ലീഗും കോൺഗ്രസും നല്ല ഐക്യത്തിൽ പോകുന്ന മലപ്പുറത്ത് പൊന്മുണ്ടം ഇരു മുന്നണികൾക്കും തലവേദനയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ UDFും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്ന അവസ്ഥ നിലനിൽക്കുന്നു. സമവായ ശ്രമങ്ങൾ UDFിന്റെ ജില്ലാ നേതൃത്വം നടത്തിയ സമവായ ശ്രമങ്ങൾ പോലും പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ കോൺഗ്രസും ലീഗും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിക്കുമെന്ന് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. ഇതിപ്പോൾ ലീഗിന്റെ ഭരണത്തിനെതിരെ കോൺഗ്രസിന്റെ പദയാത്രയും നവനിർമ്മിതി യാത്ര എന്ന പേരിൽ പൊന്മുണ്ടത്ത് നടന്നു. പ്രാദേശിക നേതാക്കളൊക്കെ തന്നെ ഈ ഒരു യാത്രയുടെ ഭാഗമാവുകയും ഓരോ വാർഡിലൂടെയും യാത്ര സഞ്ചരിക്കുകയും ചെയ്തു. അതേസമയം തന്നെ കോൺഗ്രസും ഇടതുപക്ഷവും ലീഗിനെതിരെ കൈകോർത്ത് മത്സരിക്കുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇരു പാർട്ടികളും സ്വതന്ത്ര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയായിരിക്കും ലീഗിനെതിരെ മത്സരിക്കുക. മുൻപും ഇതുപോലെ തന്നെ ലീഗിനെതിരെ ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് മത്സരിച്ച സാഹചര്യമുണ്ട്. പക്ഷേ അതൊന്നും വിജയം കണ്ടിട്ടില്ല. കഴിഞ്ഞ 15 വർഷമായി ലീഗ് തന്നെയാണ് ഇവിടെ വിജയിക്കുന്നത്. 2005 ഏറ്റവും അവസാനമായിട്ട് ലീഗ് ഈ പഞ്ചായത്തിൽ തോൽവി അറിഞ്ഞിട്ടുള്ളത്. സമാനമായ തോതിൽ തന്നെ ഒരു വിജയം നേടാനാണ് ഇപ്പോൾ ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ച് ലീഗിനെതിരെ പോരാടാൻ തയ്യാറായിരിക്കുന്നത്. എന്നാണെങ്കിലും ലീഗിനെതിരെയുള്ള ഈ ഒരു കോൺഗ്രസിന്റെ പടയൊരുക്കം മറ്റ് പഞ്ചായത്തുകളിലൊക്കെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടായെങ്കിലും അതൊക്കെ ഒരുവിധം പരിഹരിക്കുവാൻ UDFിന്റെ ജില്ലാ നേതൃത്വത്തിന് സാധിച്ചിരുന്നു. ഇനിയും പരിഹരിക്കാനുള്ള പ്രശ്നങ്ങൾ ഇന്നും നാളെയുമായി ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന പ്രതീക്ഷയാണ് നേതൃത്വത്തിനുള്ളത്. പക്ഷേ പൊന്മുണ്ടം തലവേദനയായിട്ട് UDFിന് മുൻപിൽ നിലനിൽക്കുകയാണ്. ഇവിടെ ലീഗും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുമെന്നും വ്യക്തമായി കഴിഞ്ഞു. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗിന്റെ 23 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് മത്സരിക്കുന്ന 10 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളിൽ 2 ദിവസത്തിനകം പ്രഖ്യാപനം ഉണ്ടാകും. കോട്ടക്കൽ നഗരസഭ, പൊന്മുണ്ടം, നന്നമ്പ്ര തുടങ്ങിയ ഇടങ്ങളിലെ മുസ്ലിം ലീഗ് കോൺഗ്രസ് ഭിന്നത അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. 33 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 23 ഡിവിഷനുകളിലാണ് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. അതിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. അതിൽ മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ വനിതകളും യുവ നേതാക്കളും എല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അരീക്കോട് PA ജബ്ബാർ ഹാജി, അതുപോലെ തന്നെ വെട്ടം ആലിക്കോയ തങ്ങൾ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ ഈ ഒരു മത്സരിക്കാനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂത്ത് ലീഗ് നേതാവായ ഷെരീഫ് കുറ്റൂരിനും നന്നമ്പ്രയിൽ മത്സരിക്കുന്നുണ്ട്. അന്തരിച്ച മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന AP ഉണ്ണികൃഷ്ണൻ്റെ മകൾ അഡ്വക്കേറ്റ് AP സ്മിജി താനാലൂർ ഡിവിഷനിൽ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം പരാതികളൊന്നും ഉയരാത്ത തരത്തിലുള്ള ഒരു പട്ടികയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായത് മത്സരിക്കുമെന്ന് കരുതിയ പല മുതിർന്ന നേതാക്കളുമുണ്ട്. അവരെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവർക്ക് അവസരം ലഭിക്കുമെന്ന സാധ്യതയും മുന്നിൽ നിർത്തിയാണ് ഈ ഒരു പ്രഖ്യാപനം. അതായത് അഷ്റഫ് കോക്കൂരിനെയും അതേപോലെ തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായ ഇസ്മായിൽ മൂത്തയുടെ ഒക്കെ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് നിയമസഭയിൽ മത്സരിക്കാവുന്ന പ്രതീക്ഷ കൂടി നൽകുന്നതാണ് ഈ പ്രഖ്യാപിക്കപ്പെട്ട ഇന്നത്തെ പട്ടിക. ഇനി ജില്ലാ പഞ്ചായത്തിലേക്ക് UDFിൻ്റെ 10 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാനുള്ളത്. അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ്. അത് സംബന്ധിച്ചുള്ള അന്തിമ കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണ്. നാളെയോ മറ്റന്നാളോ ആയിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്നാണ് അറിയാനാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം UDFിലെ ഭിന്നതയാണ്. പല പഞ്ചായത്തുകളിലും പൊന്മുണ്ടവും അതുപോലെ കോട്ടക്കൽ നഗരസഭയിലും അതേപോലെ നന്നമ്പ്രയിലും തുടങ്ങി ചിലയിടങ്ങളിലൊക്കെ ഈ ലീഗ് കോൺഗ്രസ് ഭിന്നത നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള അവസാനവട്ട ചർച്ചകളും പുരോഗമിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യങ്ങളിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത്. എല്ലായിടത്തും UDF ആയിട്ട് തന്നെ മത്സരിക്കുമെന്ന് നേതൃത്വം ഉറപ്പു പറയുമ്പോഴും താഴെത്തട്ടിൽ ഇതെത്രമാത്രം നടപ്പിലാകുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. കോഴിക്കോട് കോർപ്പറേഷൻ UDF സ്ഥാനാർത്ഥികളിൽ പ്രായം കുറഞ്ഞയാൾ 25-കാരി അഞ്ജനയാണ്.
രാവിലെ പത്രവിതരണമുണ്ട്, പാൽ വിതരണമുണ്ട്. അഞ്ജന ഇതിനിടയിൽ സ്വകാര്യ കമ്പനിയിലെ ജോലിയും ചെയ്യുന്നുണ്ട്. വൈകിട്ട് കുട്ടികൾക്ക് ട്യൂഷനും എടുക്കുന്നുണ്ട് അഞ്ജനയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വിശേഷങ്ങൾ കാണാമെന്ന്. പരിചയസമ്പന്നരായ രാഷ്ട്രീയക്കാരുടെ പോരാട്ടം മാത്രമല്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. കഴിവും കാര്യപ്രാപ്തിയുമുള്ള യുവതലമുറയിലെ പോരാളികൾ കൂടിയാണ് ഗോദയിലേക്ക് ഇറങ്ങുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ എടക്കാട് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ഒരു യുവ സാരഥിയാണ്. അവർക്ക് മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. രാവിലെ പത്രം വിതരണം ചെയ്യും, പാൽ വിതരണം ചെയ്യും, കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കും, ഒപ്പം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുമുണ്ട്. ഇല്ലേ, നമുക്ക് എന്തായാലും അഞ്ജനയുടെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങുന്നത്. എന്തെങ്കിലും രാഷ്ട്രീയ ഒരു പിൻബലം ഉണ്ടായിരുന്നോ? രാഷ്ട്രീയ പിൻബലമില്ല, ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ ബലം. എങ്ങനെയാണ് ഈ മത്സരത്തിലേക്ക് എത്താനുള്ള സാധ്യത? ഇവരുടെ ആശയങ്ങൾ, കോൺഗ്രസിന്റെ ആശയങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്, ആയിട്ടാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. ഈ രാഷ്ട്രീയത്തിൽ നേരത്തെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നോ അതോ? ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയാണ്. KSUവിലൊക്കെ പ്രവർത്തനം ഉണ്ടായിരുന്നു? കേസിൽ ചെറിയ രീതിയിൽ മാത്രം, പുതുതായിട്ട് ഇതിലേക്കാണ്. ഈ കോർപ്പറേഷൻ, കോഴിക്കോട് ഒരു വലിയ കോർപ്പറേഷനിലെ ഒരു ഡിവിഷനിൽ നിന്ന് മത്സരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. ഇങ്ങനെയാണ് ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തിയപ്പോൾ തന്നെ അവർ പരിചയപ്പെടുത്തി. ആളുകൾ വലിയ സന്തോഷമായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താണ് ഇപ്പോൾ ജീവിക്കുന്നത്? രാവിലെ പത്രം ഇടുന്നുണ്ട്, പാലിടുന്നുണ്ട്, പിന്നെ ഞാൻ RTO വർക്ക് ചെയ്യുന്ന ഒരു ഏജന്റിന്റെ ഓഫീസിൽ പണിക്ക് പോകുന്നുണ്ട്, പിന്നെ വേഗം ട്യൂഷൻ എടുക്കുന്നുണ്ട് കുട്ടികൾക്ക്, ഒക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അല്ല, എങ്ങനെ എത്ര മണിക്ക് രാവിലത്തെ ഒരു കാര്യങ്ങൾ തുടങ്ങും ജീവിതം? 5 മണിയാകുമ്പോൾ പേപ്പർ ഇടാൻ തുടങ്ങും, 9 മണിയാകുമ്പോൾ ഓഫീസിൽ പോകണം, അത് കഴിഞ്ഞ് 5 മണിക്ക് ഓഫീസ് കഴിഞ്ഞാൽ പിന്നെ ട്യൂഷൻ എടുക്കാൻ പോകും, 6-7 മണിയാകുമ്പോഴത്തേക്കും എല്ലാം കഴിയും. അപ്പോൾ പുലർച്ചെ 5 മണിക്ക് തുടങ്ങുന്ന പണി തീരുമ്പം? അതെ, രാത്രി 7 മണിയാവും. അതുവരെ കാര്യങ്ങളാണ്. അതെ, ഇതിനിടയ്ക്കാണ് പിന്നെ നാട്ടുകാരുടെ ഒക്കെ വലിയ ആശയവിനിമയം ഉണ്ടായിരിക്കും അല്ലേ? ഓ ഉണ്ടാവും. പത്രം ഇടാൻ പോകുമ്പോൾ പാലിടാൻ പോകുമ്പോഴൊക്കെ എല്ലാവരും സംസാരിച്ചിട്ട് തന്നെയാണ് പോവാറ്. ഈ പത്രവെടിയിൽ തന്നെ ഒരു വലിയ പബ്ലിക് റിലേഷൻ ആയിരിക്കും അല്ലേ? നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങളൊക്കെ അപ്പോൾ അറിയായിരിക്കും. ഓ അറിയാം, എല്ലാവരും സംസാരിച്ചിട്ട് തന്നെയാണ് ഇടാറ്. എത്ര വീടുകളിൽ പോകുന്നുണ്ട്? ഞാൻ 130 വീട്ടില് പത്രം ഇടുന്നുണ്ട്. എത്ര നാളായിട്ടുള്ള ജോലിയാണ്? ഇപ്പൊ ഒരു കൊല്ലമാവാനായി ഇടാൻ തുടങ്ങിയിട്ട്. എന്താണ് ഈ പത്രവിതരണത്തിന് പോകണം എന്നൊരു തോന്നൽ വരാൻ, അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ കാരണം എന്താണ്? പണിയെടുക്കാൻ ഇഷ്ടമാണ്. അപ്പൊ എല്ലാ പണിയും ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കൊണ്ട് ചെയ്യാണ്. അതായത് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു മണിക്കൂറല്ലേ, വേറെ ഒന്നിനും ചെലവഴിക്കേണ്ട സമയമല്ല അല്ലെ? നമ്മളൊരു മണിക്കൂർ നേരത്തെ എണീറ്റാല് 1 മണിക്കൂർ ജോലി ചെയ്യാം. അതെ, ഉറങ്ങിക്കളയുന്ന സമയം പണിയെടുക്കുന്ന അത്രയേ ഉള്ളൂ. ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ടൊക്കെ ഉള്ള കുടുംബത്തിലാണോ അതോ? സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല, ഇഷ്ടം കൊണ്ടാണ് ഇതിനോടുള്ള ഒരു ക്രൈസ് കൊണ്ട്, ചെയ്യാനുള്ള ഒരു ഇഷ്ടം, എല്ലാം ചെയ്യണം എന്നുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. പിന്നെ സ്വന്തമായി പണം ഉണ്ടാക്കുന്നതിന് ഒരു അന്തസ്സുണ്ട്. അതെ, സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ട്. ഇതിപ്പോ എന്താണ് ഒരു കാഴ്ചപ്പാട് കോഴിക്കോട് നഗരത്തെ പറ്റിയുള്ള ഒരു ഇപ്പോഴത്തെ ഒരു എങ്ങനെ തോന്നുന്നു? കുറെ കൊല്ലങ്ങളായിട്ട് LDF ആണ് ഭരിക്കുന്നത്. എങ്ങനെയാണ് അഞ്ജനയുടെ ഒരു കാഴ്ചപ്പാട്? കുറെ കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ ഓരോ കൈമിലാണ്. അപ്പം നമുക്ക് തിരിച്ചെടുക്കണം. ഈ വാർഡ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കുറച്ചായിട്ട് ഓരോ കൈമിലാണ്. അപ്പം നമുക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ. ഇപ്രാവശ്യം എന്തായാലും തിരിച്ചെടുക്കും. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്? ഉണ്ട്, എന്തായാലും തിരിച്ചെടുക്കും. ആളുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? സപ്പോർട്ടാണ്, എല്ലാവരും കൂടെ ഉണ്ടാവും. എല്ലാവരും ഭയങ്കര സപ്പോർട്ടിലാണ് വർത്തമാനം പറയുന്നത്. ഇതിപ്പോ നേരത്തെ സൂചന തന്നായിരുന്നോ ഈ മത്സരിക്കേണ്ടി വരും എന്നൊക്കെ? ഇല്ല, ഇതിൽ ഞാൻ നോമിനേഷനിൽ ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടും തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. DCC ഓഫീസിൽ വിളിച്ചിട്ടാണ് ഇത് കിട്ടിയെന്ന് പറയുന്നത്. വളരെ സന്തോഷമായിരുന്നു. ഇപ്പൊ എങ്ങനെ ഇപ്പൊ പ്രചരണമൊക്കെ നടത്തേണ്ടി വരുന്നുണ്ട്? ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്യേണ്ടത്, ഈ നിലവിലെ കാര്യങ്ങളൊക്കെ തുടരുമോ? ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തുടരുമോ? പാലും പത്രം എന്തായാലും തുടരും. ബാക്കിയുള്ളതൊക്കെ പനിയത്തിന് ഏൽപ്പിച്ചതാണ്. വീണ്ടും ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങണോ? പാലും പത്രം നിർത്താത്ത എന്താ? അത് രാവിലെ ഉള്ളതല്ലേ, അത് ഇതായിട്ട് ഇതാവില്ല. അത് കഴിഞ്ഞ പ്രചരണം ആരംഭിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അത് രാവിലെ ഇടുന്നതുകൊണ്ട് ചെയ്തിട്ടേ ചെയ്യുള്ളൂ. എന്തായാലും കരുത്തോടുകൂടി LDFന്റെ ഒരു കോട്ടയായി പറയപ്പെടുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് തവണയായിട്ട് LDF വിജയിക്കുന്ന സീറ്റാണ്. അവിടെ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. കാരണം പത്രം ഇടാൻ പോകുമ്പോൾ തന്നെ ആളുകളെ, വോട്ടർമാരെ നിരന്തരം കാണുന്നുണ്ട്, അവരുമായി സംസാരിക്കുന്നുണ്ട്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്. ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക എന്ന നിലയിൽ പാർട്ടിക്കുള്ളിലും ബന്ധങ്ങളുണ്ട്. വിജയിച്ചു കയറാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് അഞ്ജനയ്ക്കുള്ളത്. ഇനി തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടി സ്ഥാനാർത്ഥികൾ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുന്നത് സ്ഥിരമാണ്. എന്നാൽ വോട്ട് ചെയ്യില്ല എന്ന് അറിയിച്ചുകൊണ്ട് സമ്മതിദായകൻ ഫ്ലെക്സ് വെക്കുന്നത് ഒരു പക്ഷേ അധികം കണ്ടിട്ടുണ്ടാവില്ല. ഒരു വീടിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്ത കൊല്ലം അഞ്ചൽ സ്വദേശി ശിവശങ്കരപ്പിള്ളയാണ് വീടിന് മുന്നിൽ സ്ഥാനാർത്ഥികൾ കാണാൻ ഫ്ലെക്സ് ഇത്തരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അർഹതയുണ്ടായിട്ടും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തതിലാണ് ശിവശങ്കരപ്പിള്ളയുടെ ഈ പ്രതിഷേധം. അഞ്ചൽ സ്വദേശി ശിവശങ്കരപ്പിള്ള വീടിനായി കയറിയിറങ്ങാത്ത ഇടമില്ല. പഞ്ചായത്തിനും ജനപ്രതിനിധികൾക്കുമൊക്കെ പലവട്ടം നിവേദനം നൽകി സങ്കടമറിയിച്ചു.
ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടാൻ അർഹതയുണ്ടെന്നിരിക്കെ അത് നൽകിയില്ലെന്നാണ് ശിവശങ്കരപിള്ളയുടെ പരാതി. നീതി കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് വീടിന് മുന്നിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഫ്ലക്സ് സ്ഥാപിച്ചാണ് ശിവശങ്കരപിള്ളയുടെ പ്രതിഷേധം. 17 ലൈഫ് മിഷന് അപേക്ഷ കൊടുത്തിട്ടും അർഹതയുണ്ടായിട്ട് എന്നെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. നേരത്തെ പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്കും കളക്ടർക്കും പരാതി കൊടുക്കുകയും അവർ വിശദീകരണം ആവശ്യപ്പെട്ടതനുസരിച്ച് DO അന്വേഷിച്ച് ഞാൻ അന്ന് 10 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുകയാണെന്നും പറഞ്ഞ് അന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഗ്രാമസഭ കൂടി ഗ്രാമസഭ എന്നെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടും ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേരില്ല. അങ്ങനെ അവൻ്റെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കുന്നു. പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ 2 ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോഴും കേസ് തീർന്നിട്ടില്ല, ഇപ്പോഴും പരിഗണന കിടക്കുക. അതേ പ്രതിഷേധിച്ചാണ് ഇലക്ഷൻ ബഹിഷ്കരിക്കുന്നത്. സാധാരണക്കാരന് നീതി നിഷേധിക്കുകയും ഗ്രാമസഭാ തീരുമാനങ്ങൾ അട്ടിമറിക്കുകയും മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിന് വില കൽപ്പിക്കുകയും ചെയ്യാത്ത അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരും മാറി മാറി വരുന്ന ഭരണ നേതൃത്വത്തിനുമെതിരെ പ്രതികരിക്കുന്നു എന്നാണ് ഫ്ലക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാടക വീട്ടിൽ താമസിക്കുന്ന തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാണ് ശിവശങ്കരപിള്ള പറയുന്നത്. ന്യൂസ് 18 പുനലൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നാട്ടിലോട്ട് വീണ്ടും നാളെ എത്തും. എന്നാലും ഇപ്പോൾ പൂർത്തിയാക്കേണ്ട സമയമായിരിക്കുന്നു. നമസ്കാരം.